കഴിഞ്ഞ 10 വർഷക്കാലം നിങ്ങൾ കണ്ടത് വെറും തുടക്കങ്ങൾ മാത്രം. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ നന്ദിക്കൊപ്പം മോദിയുടെ മാസ് മറുപടിയും. ഇക്കഴിഞ്ഞ 2-2.5 ദിവസത്തിനുള്ളിൽ 70ഓളം എംപിമാരാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തതെന്നും രാഷ്ട്രപതിയുടെ പ്രസംഗത്തെക്കുറിച്ചുള്ള ചർച്ച സമ്പന്നമാക്കിയതിൽ എല്ലാ എംപിമാരോടും നന്ദി പറയുന്നതായിട്ടുമാണ് പ്രധാനമന്ത്രി മോദി രാജ്യസഭയിൽ പറഞ്ഞത്. സ്വതന്ത്ര ഇന്ത്യയുടെയും പാർലമെന്റിന്റെയും ചരിത്രത്തിൽ ദശാബ്ദങ്ങൾക്ക് പിന്നാലെയാണ് മൂന്നാമതും ഒരേ സർക്കാരിന് തുടരാനുള്ള അവസരം ജനങ്ങൾ നൽകിയിരിക്കുന്നത്. ദുഷ്പ്രചാരണങ്ങളെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ പ്രകടനത്തെയാണ് ഇപ്പോൾ അവർ പരിഗണിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ 10 വർഷം തുടർച്ചയായി ഭരിച്ചതിന് പിന്നാലെ കേന്ദ്ര സർക്കാരിന് വീണ്ടും അനുകൂലമായൊരു ജനവിധി ഉണ്ടായത് 60 വർഷങ്ങൾക്ക് ശേഷമാണ്. ഇതൊരു സാധാരണ സംഭവമല്ല. എന്നിട്ടും ചില ആളുകൾ ജനവിധിയെ ബ്ലാക്ക് ഔട്ട് ചെയ്യാൻ മനഃപൂർവ്വം ശ്രമിക്കുകയാണ്. കേവലം കുറെ അനുച്ഛേദങ്ങളുടെ സമാഹാരമല്ല ഭരണഘടന. ബാബാ സാഹേബ് അംബേദ്കർ നൽകിയ ഭരണഘടന കൊണ്ട് താൻ ഉൾപ്പെടെയുള്ള പലർക്കും ഇന്ന് പല പദവികളിലും എത്താൻ കഴിഞ്ഞു. രാജ്യത്തെ ഓരോ പ്രവർത്തനങ്ങൾക്കും ലൈറ്റ് ഹൗസ് പോലെ തന്നെ പ്രവർത്തിച്ച് ഭരണഘടന നേർവഴി കാണിക്കുന്നു. ഭരണഘടനാ ദിനം ആരംഭിച്ചത് പോലും NDA സർക്കാരാണ്. റിപ്പബ്ലിക്കിന്റെ 50ാം വാർഷികം രാജ്യം മുഴുവൻ ആഘോഷിക്കും. ആത്മനിർഭർ ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് രാജ്യത്തെ കോടാനുകോടി ജനങ്ങൾ NDA സർക്കാരിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഓട്ടോമാറ്റിക്കായും റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചും സർക്കാർ നടത്തിയവരാണ് കോൺഗ്രസുകാർ. എന്നാൽ കഠിനാധ്വാനത്തിൽ ഒരു കുറവും NDA സർക്കാർ വരുത്തിയിട്ടില്ല. കഴിഞ്ഞ 10 വർഷത്തെ പ്രകടനം വെറും സ്റ്റാർട്ടർ മാത്രമായിരുന്നു. പ്രധാന സദ്യ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് മോദിയുടെ വാക്കുകൾ. വരാനിരിക്കുന്ന 5 വർഷം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ ഊന്നി പ്രവർത്തിക്കും. ദാരിദ്ര്യത്തിനെതിരായ പോരാട്ടത്തിൽ NDA സർക്കാർ വിജയിക്കുക തന്നെ ചെയ്യുമെന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. നരേന്ദ്രമോദിയുടെ പ്രസംഗം തുടങ്ങിയപ്പോൾ മുതൽ ബഹളം ആരംഭിച്ച പ്രതിപക്ഷമാകട്ടെ ഇടയ്ക്ക് വെച്ച് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. മാത്രമല്ല, അഴിമതിക്കെതിരെ എടുത്ത ശക്തമായ നടപടികളും വികസനവുമാണ് NDA മൂന്നാമതും ഇപ്പോൾ അധികാരത്തിൽ എത്തിച്ചിരിക്കുന്നത്. ജനസേവനമാണ് ദൈവസേവനമെന്ന മുദ്രാവാക്യം ജനം അംഗീകരിച്ചു. 2014 വരെ 1 രൂപയിൽ 85 പൈസയും ഉദ്യോഗസ്ഥർ അടിച്ചുമാറ്റുകയായിരുന്നു. 15 പൈസ മാത്രമാണ് യഥാർത്ഥ ഗുണഭോക്താവിന് ലഭിച്ചത്. NDA സർക്കാർ അഴിമതി തീർത്തും തുടച്ചു നീക്കുകയാണ് ചെയ്തത്. അഴിമതി കാരണം കഷ്ടപ്പെട്ടവർക്ക് അത് ആശ്വാസമായി. രാജ്യത്തിനാണ് 1ാം സ്ഥാനം നൽകിയത്. പദ്ധതികളുടെ പൂർണ്ണ പ്രയോജനം സാധാരണ ജനങ്ങൾക്കാണ് ലഭിക്കുന്നത്. ശക്തിപ്പെടുത്താൻ മാത്രമല്ല, ജനങ്ങളെ സംതൃപ്തരാക്കാനുമാണ് NDA ശ്രമിക്കുന്നത്. നിരാശ ബാധിച്ച് പ്രതീക്ഷ നഷ്ടപ്പെട്ട യുവസമൂഹമായിരുന്നു 2014 മുൻപ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഇവിടെ ഒന്നും നടക്കില്ല എന്നായിരുന്നു അവരുടെ തോന്നൽ. അത് മാറിയിരിക്കുന്നു. ഇപ്പോഴവർക്ക് രാജ്യത്തെ ഭരണത്തിൽ വിശ്വാസമുണ്ട്. അവരുടെ സത്യസന്ധയും പരസ്പര സ്നേഹവും സൗഹൃദവും ഒക്കെ അടിസ്ഥാനമാക്കി അവരുടെ കഴിവ് ഉപയോഗിച്ച് വികസിത ഭാരതം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകും. മൂന്നാമത്തെ ഭരണത്തിലൂടെ 3 മടങ്ങ് ഗുണവും വേഗവും മാറ്റവും ഉണ്ടാക്കുകയാണ് ലക്ഷ്യം. മൊബൈൽ ഫോണിന്റെ ഉൽപ്പാദനം വൻതോതിൽ വർദ്ധിച്ചു. കയറ്റുമതി തോതും ഉയർന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇതുവരെ ഇത്രയധികം നിക്ഷേപം ഉണ്ടായിട്ടില്ല. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം G20 ഉച്ചകോടിയിലെത്തിയവർ പോലും അംഗീകരിച്ചുവെന്നാണ് മോദി വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.